നമസ്കാരം. ശ്രേയസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നീതു. നീർത്തട ഗ്രാമസഭ സംഘടിപ്പിച്ചു. നബാർഡ് ധനസഹായത്തോടെ ബത്തേരി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ ശ്രേയസും വില്ലേജ് നീർത്തട കമ്മിറ്റിയും ചേർന്ന് നടപ്പിലാക്കുന്ന ചേപ്പോട്ടുകുന്ന് ഉറവ അധിഷ്ഠിത നീർത്തട വികസന പദ്ധതിയുടെ ഭാഗമായി നീർത്തട ഗ്രാമസഭ സംഘടിപ്പിച്ചു. നെല്ലിമാളം ശ്രേയസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിന് വാർഡ് മെമ്പർ ശ്രീമതി രാധാമണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ പദ്ധതി വിശദീകരണം നടത്തുകയും പൊതുചർച്ചകൾക്ക് മറുപടി നൽകുകയും ചെയ്തു. നബാർഡ് നടപ്പിലാക്കുന്ന ഏത് പദ്ധതികളുടെയും സുസ്ഥിരതയും സുതാര്യതയും സമയബന്ധിതമായ നിർവഹണം, കാര്യക്ഷമത ഉറപ്പാക്കൽ എന്നിവയ്ക്ക് നീർത്തട ഗ്രാമസഭകൾ അഭികാമ്യമെന്നും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്നും രാധാമണി ടീച്ചർ അഭിപ്രായപ്പെട്ടു. പദ്ധതിയുടെ ഉടമസ്ഥാവകാശം ജനങ്ങൾ ഏറ്റെടുക്കുന്നതിനും പദ്ധതിയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും നീർത്തട കമ്മിറ്റി പ്രാദേശിക തലത്തിലുള്ള സ്ഥാപനമായി വളരേണ്ടതിന്റെ ആവശ്യകത വളരെ അനിവാര്യമെന്ന് ഫാദർ ഡേവിഡ് ആലിങ്കൽ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 2 വർഷമായി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ നീർത്തട കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീർത്തട സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി നീർത്തട കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ PR കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. ഇതുവരെ നടത്തിയ പദ്ധതികൾ, അടുത്ത 6 മാസത്തെ പ്രവർത്തനങ്ങൾ എന്നിവ ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്തു. തുടർ നടപടി എന്നതിലേക്കായി ഇടിഞ്ഞകൊല്ലി, മുണ്ടുപാറ ക്ലസ്റ്ററുകളിൽ മീറ്റിംഗ് ചേരാൻ യോഗം തീരുമാനിച്ചു. നീർത്തട കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും ആദായകരമായ കോഴി വളർത്തലിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. നീർത്തട കമ്മിറ്റി സെക്രട്ടറി സെലീന സാബു, ഖജാൻജി രമേഷ് C, ശ്രേയസ് പ്രോജക്ട് മാനേജർ ഷാജി KV, നീർത്തട നിവാസികളെ പ്രതിനിധീകരിച്ച് ശ്രീ ചന്ദ്രശേഖരൻ തമ്പി, ശ്രീ ബിന്ദു എന്നിവർ സംസാരിച്ചു. ശ്രേയസ് പ്രവർത്തകരായ മഞ്ജു PK, നീതു C, ലിമ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. ശ്രേയസ് കുടുംബ സംഗമം ഗാല 2K25 സംഘടിപ്പിച്ചു. ബത്തേരി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ ശ്രേയസ് കുടുംബാംഗങ്ങളുടെ സംഗമം ഗാല 2K25 ഫെബ്രുവരി 21-22 തീയതികളിലായി നടത്തപ്പെട്ടു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, നീലഗിരി ജില്ലകളിൽ നിന്നും 250 പ്രവർത്തകർ പങ്കെടുത്തു. 1-ാം ദിവസം സാമൂഹിക സേവന രംഗത്ത് ശ്രേയസ് അടുത്ത 5 വർഷത്തേക്ക് നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എപ്രകാരം ക്രമപ്പെടുത്തണം എന്ന് ആസ്പദമാക്കിയുള്ള പരിശീലന പരിപാടി, ഓപ്പൺ ഫോറം, ഗ്രാമതലങ്ങളിൽ നിസ്തുല സേവനം കാഴ്ചവെക്കുന്ന പ്രവർത്തകരെ ആദരിക്കൽ, വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം എന്നിവ നടന്നു. ഓപ്പൺ ഫോറം ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ മോഡറേറ്റ് ചെയ്തു. പ്രവർത്തകരുടെ കലാപരിപാടികൾ, ശ്രേയസ് തുടിതാളം നാടൻ കലാസംഘത്തിന്റെ കലാസംഖ്യ എന്നിവ സംഘടിപ്പിച്ചു. 2-ാം ദിവസം മോട്ടിവേഷൻ സ്പീക്കർ ശ്രീ ആന്റണി ജോയുടെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസനം എന്ന വിഷയത്തെ ആസ്പദമാക്കി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രോപൊളിത്ത അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് കേന്ദ്ര മേഖലാ ഡയറക്ടർമാർ, കേന്ദ്രമേഖലാ പ്രവർത്തകർ, ഗവേണിംഗ് ബോഡി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സംയുക്ത ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രേയസ് കരുണയുടെ മുഖമാണെന്നും സംസ്കാരം കാരുണ്യത്തിൻ്റെതാണെന്നും ഈശ്വരവിശ്വാസം, കരുണ, സ്നേഹം, കരുതൽ എന്നിവയാണെന്നും ഓരോ പ്രദേശത്തുമുള്ള ശ്രേയസ് കുടുംബാംഗങ്ങൾ ചെയ്യുന്ന നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യാശയുടെ മുഖമായി മാറ്റപ്പെടണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 46 സംവത്സരങ്ങളായി വടക്കേ മലബാറിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ ഉന്നമനത്തിനായി ദർശനം, ദൗത്യം എന്നിവയിലൂന്നി ഗ്രാമ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിനും പൊതുസമൂഹത്തിന് അനുകരിക്കാൻ തരത്തിലുള്ള തനതായ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടത്തുന്നതിന് അംഗീകാരം പൊതുസമൂഹം തന്നെ കൽപ്പിച്ചു തരുന്നതിന്റെ അടയാളമാണ് ജനകീയ അടിത്തറയെന്ന് ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ അഭിപ്രായപ്പെട്ടു. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക മേഖലകളിൽ അകപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് ശ്രേയസിനെ സഹായിച്ച വിവിധ ഏജൻസികളെ ആദരിക്കൽ, കഴിഞ്ഞ 10 വർഷത്തിൽ ഏറെയായി ജോലി ചെയ്ത യൂണിറ്റ് മേഖല കേന്ദ്ര പ്രവർത്തകരെ ആദരിക്കൽ, നവീകരിച്ച വെബ്സൈറ്റ് ലോഞ്ചിങ്, വാർഷിക റിപ്പോർട്ട് പ്രകാശനം, ദുരന്ത മേഖലയിൽ ഉൾപ്പെട്ടവർക്ക് മാനസിക പിന്തുണ നൽകുന്ന കൗൺസിലർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ സംഘടിപ്പിച്ചു. ശ്രേയസ് മേഖല ഡയറക്ടർമാരായ ഫാദർ ജോൺ കയ്യത്തിങ്കൽ, ഫാദർ തോമസ് മന്നിത്തോട്ടം, ഫാദർ ബെന്നി പനച്ചിപ്പറമ്പിൽ, ഫാദർ തോമസ് കൊല്ലമാമുടി, CRS സാമ്പത്തിക കാര്യ കൺസൾട്ടന്റ് അനീഷ് വർഗീസ്, സീഡ് സ്റ്റേറ്റ്സ് പ്രോഗ്രാം മാനേജർ ഷാരോൺ, സ്കാർഫ് സൈക്കോളജിസ്റ്റ് മുഹമ്മദ് മുഹസിൻ, കേന്ദ്ര മേഖലാ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
ശ്രേയസ് അയൽക്കൂട്ട സംഗമം നടത്തി. ശ്രേയസ് നീലഗിരി മേഖല അയൽക്കൂട്ട സംഗമവും വനിതാ ദിനാഘോഷവും നടന്നു. എരുമാട് ഇൻഡിഗോ നഗറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഫാദർ കുര്യൻ പുലിപ്ര ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനം ഗൂഡല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ പരിമള ഉദ്ഘാടനം ചെയ്തു. ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് മെത്രോപൊളിത്ത അധ്യക്ഷത വഹിച്ചു. തമിഴ്നാട് സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ താരങ്ങളായ എസ് വിഷ്ണു, എം എസ് അശ്വന്ത്, PhD നേടിയ ഡോക്ടർ അനുമോൾ, ഡോക്ടർ അഞ്ജു ജോസഫ്, തമിഴ്നാട് സ്റ്റേറ്റ് ഫേസ് പെയിന്റിംഗിൽ 1ാം സ്ഥാനം നേടിയ ആൽഫി കെ ജോസഫ് എന്നിവരെ ആദരിച്ചു. പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ലൂക്കോസ് പി ജോൺ, സാമൂഹ്യ പ്രവർത്തകരായ കെ ബേബി, ലിസി ഷാജി എന്നിവരെ ആദരിച്ചു. മികച്ച ശ്രേയസ് യൂണിറ്റുകളെ ആദരിച്ചു. പഞ്ചായത്ത് യൂണിയൻ മുൻ കൗൺസിലർമാരായ TK യശോദ, സാലി കുര്യൻ, മേഖലാ ഡയറക്ടർ ഫാദർ വർഗീസ്, EP കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. ശ്രേയസ് വിവിധ മേഖലകളിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ശ്രേയസ് കണ്ണൂർ മേഖലയിലെ വിവിധ യൂണിറ്റുകളായ നെടുമുണ്ട, കോളിത്തട്ട്, നടുവിൽ, മണക്കാട്, വാളത്തോട് എന്നിവിടങ്ങളിലും, കോഴിക്കോട് മേഖല കൂടരഞ്ഞി, ചിപ്പിലത്തോട് യൂണിറ്റുകളിലൂടെയും, കാസർഗോഡ് മേഖല ചെറുപുഴ, ഏറ്റുകൊടുക്ക യൂണിറ്റുകളുടെയും, എടക്കര മേഖല കൈപ്പണി യൂണിറ്റിന്റെയും, ശ്രേയസ് പുൽപ്പള്ളി മേഖല കേണിച്ചിറ, ചെതലയം, ബത്തേരി, 3-ാം മൈൽ, ഇരുളം, പുൽപ്പള്ളി, ചെറ്റപ്പാലം, പാടിച്ചിറ, ബത്തേരി, മാനന്തവാടി മേഖലകളുടെ നേതൃത്വത്തിൽ വനിതാ ദിനം വിവിധ പരിപാടികളോടുകൂടെ നടത്തപ്പെട്ടു. വിവിധ മേഖലകളിൽ സംഘടിപ്പിച്ച പരിപാടി മേഖലാ യൂണിറ്റ് ഡയറക്ടർമാർ, മേഖലാ പ്രോഗ്രാം ഓഫീസർ, യൂണിറ്റ് ഡെവലപ്മെന്റ് ഓഫീസർ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ നടത്തി. ശ്രേയസ് നീലഗിരി മേഖലയുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. നീലഗിരി മേഖലാ ഡയറക്ടർ ഫാദർ വർഗീസ് കൊല്ലമാമുടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പ്രവർത്തക ശ്രീമതി ജയരേഖ ക്ലാസ് നയിച്ചു. പരിപാടിയിൽ മേഖലാ കോർഡിനേറ്റർ കുര്യാക്കോസ് EP, ചെളിവയൽ യൂണിറ്റ് പ്രസിഡന്റ് സാബു PV, കല്ലിച്ചാൽ യൂണിറ്റ് CDO പുഷ്പ ആന്റണി എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ 50 പേർ പങ്കെടുത്തു. ഭരണഘടനാ സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചു. കണ്ണൂർ മേഖല നടുവിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം ശ്രീ അനീഷിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ കാസർഗോഡ് മേഖലയിലെ സോണൽ മാനേജർ ശ്രീ സാജൻ വർഗീസ് നിർവഹിച്ചു. ശ്രീമതി ലിസി കൊട്ടുകപ്പള്ളി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീമതി ഷീബ ജോയ് എന്നിവർ സംസാരിച്ചു. 100-ൽ അധികം അംഗങ്ങൾ സെമിനാറിൽ പങ്കെടുത്തു. ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. പുൽപ്പള്ളി മേഖലയിലെ ചെറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. പ്രോഗ്രാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു. ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രോപൊളിത്ത അധ്യക്ഷനായ ചടങ്ങിൽ ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഉഷ തമ്പി, പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TS ദിലീപ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് PK വിജയൻ, വാർഡ് മെമ്പർമാർ, ശ്രേയസ് പ്രോഗ്രാം മാനേജർ ഷാജി KV, ശ്രേയസ് മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാൻസൺ KO, കോർഡിനേറ്റർ ബിനി തോമസ്, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും വിവിധ മേഖലകളിൽപ്പെട്ടവരെ ആദരിക്കലും സ്നേഹവിരുന്നും കലാപരിപാടിയും നടത്തി. പരീക്ഷ ഒരുക്ക സെമിനാർ സംഘടിപ്പിച്ചു. ശ്രേയസ് കണ്ണൂർ മേഖല കോളിത്തട്ട്, നെടുമുണ്ട യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ബാലജ്യോതി കുട്ടികൾക്കായി പരീക്ഷ ഒരുക്ക സെമിനാർ സംഘടിപ്പിച്ചു. കോളിത്തട്ട് യൂണിറ്റിൽ മേഖലാ പ്രോഗ്രാം ഓഫീസർ ശ്രീ റിൻഡോ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രേയ ശ്രീകുമാർ, ദൃശ്യദാസ് എന്നിവർ ക്ലാസ് നയിച്ചു. നെടുമുണ്ട യൂണിറ്റിൽ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ശ്രീ തങ്കൻ പുതുപ്പള്ളി ക്ലാസ് നയിച്ചു. യൂണിറ്റിലെ ഡെവലപ്മെന്റ് ഓഫീസർമാർ, ബാലജ്യോതി ഭാരവാഹി അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശ്രേയസ് നാരങ്ങാത്തോട് യൂണിറ്റ് കൂറോട്ടുപാറ ഏരിയ മീറ്റിംഗ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മേഖല നാരങ്ങാത്തോട് യൂണിറ്റ് കൂറോട്ടുപാറ സംഘടിപ്പിച്ച ഏരിയ മീറ്റിംഗ് സെന്റ് മേരീസ് ചർച്ച് വികാർ ഫാദർ ജോസുകുട്ടി അന്തിനാട്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പിള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രോഗ്രാം ഓഫീസർ ലിസി റെജി ശ്രേയസ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുഖ്യ സന്ദേശം നൽകി. മീറ്റിംഗിൽ കൂറോട്ടുപാറ പ്രദേശത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വന്യമൃഗശല്യത്തിനെതിരായുള്ള ഒപ്പുശേഖരണം നടത്തി. അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് പാസ്റ്റർ ബാബു വട്ടച്ചാക്കൽ, വാർഡ് മെമ്പർ ഏലിയാമ സെബാസ്റ്റ്യൻ, യൂണിറ്റ് പ്രസിഡന്റ് PC ചാക്കോ, യൂണിറ്റ് CDO ഗ്രേസിക്കുട്ടി വർഗീസ്, സെക്രട്ടറി റോഷ്നി ജോളി, ജോസഫ് വണ്ടമാക്കൽ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് മേഖല തിരുമേനി യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മയുഗ അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നടന്ന സൈബർ മൊബൈൽ ദുരുപയോഗം, ബാങ്കിംഗ് ഓൺലൈൻ തട്ടിപ്പ് എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെറുപുഴ സ്റ്റേഷൻ CI ശ്രീ സുനിൽ ഗോപി, SI ശ്രീ പ്രഭാകരൻ, ASI ശ്രീ അനീഷ്,
സഹദേവൻ, റൈറ്റർ ശ്രീ ജയൻ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. സ്വാശ്രയ സംഘാംഗങ്ങൾ, സെന്റ് ആൻസ് ബാലജ്യോതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അയൽക്കൂട്ട പ്രസിഡന്റ് ശ്രീ സാലു പാലാത്തറ, സെക്രട്ടറി ജോയ്ച്ചൻ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രേയസ് കാസർഗോഡ് വളക്കൈ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ, തേജസ് സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മേജർ ജ്യോതി KV ക്ലാസ് നയിച്ചു. അനാരോഗ്യമായ ജീവിതശൈലി ക്യാൻസർ വരാൻ കാരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രസിഡന്റ് മല്ലിക KV, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ റോസമ്മ മാത്യു, തങ്കമണി എന്നിവർ സംസാരിച്ചു. നന്മയുടെ സ്നേഹവിരുന്നൊരുക്കി ശ്രേയസ്. ബത്തേരി മേഖല ചുള്ളിയോട് യൂണിറ്റിന്റെ നന്മ സ്വാശ്രയ സംഘത്തിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോളിയാടി തണൽ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് സ്നേഹവിരുന്നൊരുക്കി. ബത്തേരി മേഖല പ്രോഗ്രാം ഓഫീസർ പോൾ PF, യൂണിറ്റ് പ്രസിഡന്റ് OJ ബേബി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർമാരായ ഉഷ ഷാജു, ഷൈജ ശശിധരൻ, സംഘാംഗങ്ങളായ സുഹറ, അനീസ, ആയിഷ, നസീമ എന്നിവർ നേതൃത്വം നൽകി. അമ്മമാർക്ക് മനസ്സൊരുക്കവുമായി ശ്രേയസ് ബത്തേരി മേഖല നമ്പ്യാരുകുന്ന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പരീക്ഷാ കാലത്ത് അമ്മമാർക്കും മാനസിക പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി മാർഗനിർദ്ദേശക ക്ലാസ് സംഘടിപ്പിച്ചു. ബത്തേരി മേഖല പ്രോഗ്രാം ഓഫീസർ പോൾ PF ക്ലാസ് എടുത്തു. ഷൈല അധ്യക്ഷത വഹിച്ചു. CDOമാരായ KV വിജയൻ, രാധാ പ്രസാദ് എന്നിവർ സംസാരിച്ചു. ജലദിനാചരണം സംഘടിപ്പിച്ചു. ശ്രേയസ് കോളിത്താട്ട് യൂണിറ്റിലെ മാതൃകാ സംഘം ജലദിനാചരണം നടത്തി. ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ബിജു വേങ്ങലപ്പള്ളി ജലദിന ക്ലാസ് എടുത്തു. മികച്ച കർഷകരായ കുഞ്ഞുമോൾ, ആദ്യകാല മെമ്പർ മറിയാമ്മ മാത്യു എന്നിവരെ ആദരിച്ചു. സംഘം സെക്രട്ടറി അനി, സെക്രട്ടറി ശ്രീ ആന്റണി എന്നിവർ സംസാരിച്ചു. ശ്രേയസ് മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. ശ്രേയസ് ബത്തേരി മേഖല അമ്പുകുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് അമ്പുകുത്തി GLP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഗ്രേസ് ടീച്ചർ ക്ലാസ് എടുത്തു. സാമ്പത്തിക സാക്ഷരതാ വാരാചരണത്തിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർ ശ്രീ ജിലി ജോർജ് നേതൃത്വം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് വത്സ ജോയി, CDO ജാൻസി എന്നിവർ സംസാരിച്ചു. ശ്രേയസ് കോഴിക്കോട് മേഖല വനദിനാചരണം സംഘടിപ്പിച്ചു. ശ്രേയസ് കോഴിക്കോട് മേഖല കാക്കവയൽ വനപർവ്വത്തിന്റെ വനദിനാചരണം സംഘടിപ്പിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മന്നിത്തോട്ടം അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ ഫോറസ്റ്റ് ഓഫീസർ നിതിൻ KS ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വനം സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നൽകി. കോഴിക്കോട് മേഖലയുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി ഭാരവാഹികളെ സംഘടിപ്പിച്ചുകൊണ്ട് വനത്തെ അറിയാൻ വനത്തിലൂടൊരു യാത്ര, കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം മനുഷ്യജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്ന് മേഖലാ ഡയറക്ടർ തന്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി. ഫോറസ്റ്റ് ഓഫീസർമാരായ അനഘ, നീതു, S സംഘഷൻ, ഫാദർ സെബാസ്റ്റ്യൻ ഇടയത്ത്, മേഖലാ പ്രോഗ്രാം ഓഫീസർ ലിസി റെജി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ജോസ് കുറൂർ, ഗ്രേസിക്കുട്ടി വർഗീസ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ശ്രേയസ് ബത്തേരി മേഖല ചീരാൾ യൂണിറ്റ് കവിത ജ്വല്ലറിയുടെയും കരുണ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു അനന്തൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 12ാം വാർഡ് മെമ്പർ ശ്രീ KV കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ശ്രേയസ് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ EK വർഗീസ്, കവിത ജ്വല്ലറി മാർക്കറ്റിംഗ് മാനേജർ ശ്രീ സുഫൈർ, വാർഡ് മെമ്പർ VT ബേബി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളായ ശ്രീ ഓമനക്കുട്ടൻ, ശ്രീ ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 302 അംഗങ്ങളെ പരിശോധിച്ചു. മരുന്നും കണ്ണടയും വിതരണം നൽകി. വനജല കാലാവസ്ഥാ ദിനാചരണം സംഘടിപ്പിച്ചു. ശ്രേയസ് നീലഗിരി മേഖലയുടെ നേതൃത്വത്തിൽ ഉപ്പട്ടിയിൽ വെച്ച് ലോക ജലദിനം, വനദിനം, കാലാവസ്ഥാ ദിനം എന്നിവയെക്കുറിച്ച് ക്ലാസ് നടത്തി. മേഖലാ ഡയറക്ടർ ഫാദർ വർഗീസ് കൊല്ലം മാവുടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രേയസ് മേഖലാ കോർഡിനേറ്റർ കുര്യാക്കോസ് EP ക്ലാസ് എടുത്തു. ഉപ്പട്ടി യൂണിറ്റ് പ്രസിഡന്റ് മിനി ബിനോ സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് CDO സീന ജോൺസൺ നന്ദി പറഞ്ഞു. അയൽക്കൂട്ട ഭാരവാഹികൾ അംഗങ്ങൾ പരിപാടി പങ്കെടുത്തു. പുരുഷ സ്വാശ്രയ സംഘം വാർഷികാഘോഷം നടത്തി. ശ്രേയസ് ബത്തേരി മേഖല മൂലങ്കാവ് യൂണിറ്റിന്റെ ശ്രേയസ് ഫ്രണ്ട്സ് പുരുഷ സ്വാശ്രയ സംഘത്തിന്റെ വാർഷികാഘോഷം ബത്തേരി മേഖല പ്രോഗ്രാം ഓഫീസർ പോൾ PF ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ശ്രീ മനോജ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലതീഷ്, വൈസ് പ്രസിഡന്റ് സോണി ആസാദ്, യൂണിറ്റ് പ്രസിഡന്റ് അനീഷ് ആന്റണി, ബത്തേരി നഗരസഭാ കൗൺസിലർമാരായ ശ്രീമതി വത്സ ജോസ്, പ്രമോദ് എന്നിവർ സംസാരിച്ചു. ശ്രേയസ് വനജല കാലാവസ്ഥാ ദിനാചരണം സംഘടിപ്പിച്ചു. ബത്തേരി മേഖലയിലെ ഭടേരി, മലങ്കര, പാമ്പള, അമ്പുകുത്തി, കൊളകപ്പാറ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വനം, ജലം, കാലാവസ്ഥാ ദിനാചരണം സംഘടിപ്പിച്ചു. വിവിധ സ്ഥലങ്ങളിലായി നടന്ന പരിപാടികളിൽ
മേഖലാ യൂണിറ്റ് ഡയറക്ടർമാർ, മേഖലാ പ്രോഗ്രാം ഓഫീസർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ, സ്വാശ്രയ സംഘങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.